ചുമ്മാ ഈ കോൺസെപ്റ്റിനെ എടുത്തുകൊണ്ട് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. കണ്ടു മടുത്ത കോൺസെപ്റ്റ് തന്നെ ഈ റേപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. ഇല്ല, സുരേഷ് ഗോപിയും പിന്നെ നടിയായിട്ട് അഭിനയിച്ച പുള്ളി മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ആരൊന്നും പോരാ. എല്ലാവരും മറ്റേ സീരിയൽ പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണക്റ്റ് ആവില്ല. നമ്മൾ കണ്ടുമടുത്ത സ്റ്റോറി തന്നെ, അതുകൊണ്ട് നമുക്ക് പുതുമയായിട്ട് തോന്നുന്നില്ല. ഈ റേപ്പിനെ ബേസ് ചെയ്തുള്ള നമ്മൾ എത്ര പ്രാവശ്യം കാണുന്നത് ഇത്. പിന്നെയും പിന്നെ ഇത് തന്നെ ഈ കോൺസെപ്റ്റ് തന്നെ പിന്നെ എടുത്തോണ്ട് പറഞ്ഞാൽ എന്തിനാ പിടികിട്ടാത്ത. ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇല്ല ഇല്ല, പുള്ളിയൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഒരു മൂവി ആയിരുന്നു. സുരേഷ് ഗോപി നല്ല അഭിനയം ഉള്ളായിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാം നല്ല ക്യാരക്ടേഴ്സാണ്. നല്ല സിനിമയാണ്. പടത്തിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൊള്ളാമെന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് സംഖ്യയാക്കും, കൊള്ളൂല എന്ന് പറഞ്ഞാൽ കൊങ്ങിയാക്കും. പക്ഷെ ഒരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ പടം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന ഒരു സംഭവത്തിന് നല്ല രീതിയിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏത് പാർട്ടി ഭരിച്ചാലും ഇത് വന്നാൽ നല്ലതാണ്. അതെന്താ ഒരു മെസ്സേജ് സിനിമയിൽ കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ആക്ഷൻ സിനിമ നല്ല കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ബോറടിയില്ലാത്ത നല്ലൊരു സിനിമയാണ്. ഇതേപോലത്തെ ഒരു പടം കുറേ കാലങ്ങൾക്ക് ശേഷം ഇതേപോലെ ഒരു പടം വന്നിട്ടില്ല. അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ജാനകിയുടെ ഒരു ഇത്, പക്ഷേ നമ്മൾ ഈ പുറത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വന്നില്ലേ, ഇങ്ങനെ ഒരു പടത്തിൻ്റെ പറ്റിയുള്ള അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വെറുതെയാണ് ഇങ്ങനെ ഒരു അപാകതകൾ പറഞ്ഞുണ്ടാക്കിയത്. നല്ല അടിപൊളി നല്ല സെറ്റപ്പ്. ഇതേപോലെ ഒരു പടം ഈ ഇടയ്ക്ക് വന്നിട്ടില്ല. അല്ല, നല്ല പടമായിരുന്നു. എനിക്ക് തോന്നുന്നൊരു ലീഗൽ ഡ്രാമ റേഞ്ചിൽ വരുന്ന പടമാണ്. ഫസ്റ്റ് ഹാഫ് ഒരു കോർട്ട് റൂമും പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ കുഴപ്പമില്ല, നന്നായിട്ട് എല്ലാവരും കാണേണ്ടതാണ്. നല്ല പടമാണ്. സുരേഷ് ഗോപിയുടെ നല്ല അഭിനയമാണ്. നല്ല സൂപ്പർ പടം. കേരളം മുഴുവനും കാണണം. നമ്പർ 1 എല്ലാം കാണണം. ഒരു കാർ പാട്ടി പുറത്തിറങ്ങുന്ന 250 രൂപ പിഴ അടയ്ക്കുന്നവരെല്ലാം വന്നിരുന്ന് കാണേണ്ടതാണ്. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. കണ്ടിരിക്കാം. പിന്നെ ആ പഴയ ആക്ടിങ് ഒക്കെ നല്ലതാണ്. നമ്മുടെ ആക്ട്രസ് പുള്ളിക്കാരി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപി കുഴപ്പമില്ല. പഴയ ആ ചിന്താമണി കൊലക്കേസിൻ്റെ ഒക്കെ ആ ഒരു വൈബ് LK അത്രയ്ക്ക് കൂടെ വരുന്നില്ല. എന്നാലും നല്ല പടമാണ്. കണ്ടിരിക്കാം. അങ്ങനെ തോന്നിയില്ല. പെർഫോമൻസ് സുരേഷ് ഗോപിയുടെ നല്ലതാണ്. മൊത്തത്തിൽ നല്ല കുഴപ്പമില്ല, കണ്ടിരിക്കാം.